അബ്ഖരിയാത്ത് താരീഖ് 10ാം ക്ലാസ്സിലെ 3ാമത്തെ യൂണിറ്റിലെ 3ാമത്തെ പാഠം. ചരിത്രത്തിലെ പ്രതിഭകൾ. ഇന്ത്യൻ ചരിത്രത്തിലെ ചില പ്രതിഭകളായ സ്ത്രീകളെക്കുറിച്ചാണ് ഈ പാഠത്തിൽ പറയുന്നത്. ഒന്നാമത്തത് സുൽത്താന റളിയ സുൽത്താന. 1205 ജനിച്ച് 1240 മരണപ്പെട്ട ഒരു രാജ്ഞിയാണ്. ഇന്ത്യയിൽ ഭരണം നടത്തിയ ഒരു രാജ്ഞിയാണ് സുൽത്താന റളിയ. ഖബല ഇന്ദിരാഗാന്ധി ബി അക്സറ ബിൻ സബഅത്തി ഖുറൂനിൻ. ഇന്ദിരാഗാന്ധിക്കും 7 നൂറ്റാണ്ടിലധികം കാലങ്ങൾക്ക് മുമ്പ്. ഹക്കമത്തിൽ ഹിന്ദ ഇമ്രഅത്തുൻ ഖവിയത്തുൻ. ഇന്ത്യയെ ഒരു ശക്തയായ സ്ത്രീ ഭരിച്ചിരുന്നു. ആധുനിക ഇന്ത്യയിൽ ഭരണം നടത്തിയ ആദ്യ വനിതയാണ് ഇന്ദിരാഗാന്ധി, പ്രധാനമന്ത്രിയായ. ആ ഇന്ദിരാഗാന്ധിക്കും 700-ൽ കൂടുതൽ വർഷങ്ങൾക്ക് മുമ്പ് ഒരു സ്ത്രീ ഇന്ത്യ ഭരിച്ചിട്ടുണ്ട്. ആ സ്ത്രീയാണ് റളിയ സുൽത്താന. സുജ്ജിൽ അസ്മുഹാ ഫി കുതുബി താരീഖി. ചരിത്ര പുസ്തകങ്ങളിൽ അവരുടെ പേര് രേഖപ്പെടുത്തപ്പെട്ടു. ക അവ്വൽ ഇമ്രഅത്തിൻ, ആദ്യത്തെ സ്ത്രീ ആയിക്കൊണ്ട്. ഹക്കമത്തിൽ ഹിന്ദ, ഇന്ത്യ ഭരിച്ച ആദ്യ സ്ത്രീയായിട്ടാണ് ചരിത്ര പുസ്തകങ്ങളിൽ ഇവരുടെ പേര് രേഖപ്പെടുത്തപ്പെട്ടത്. വഹിയ സുൽത്താനത്തു റളിയത്തു ബിൻതു ശംസുദ്ദീൻ ഇൽതുമിഷ്. ശംസുദ്ദീൻ ഇൽതുമിഷിൻ്റെ മകളായ സുൽത്താന റളിയ ആണ് അവർ. കാനത്ത് മലിക്കത്തൻ ഹാസിമത്തൻ വദക്കിയത്തൻ. ബുദ്ധിമതിയും മനക്കരുത്തുള്ളതുമായ ഒരു രാജ്ഞിയായിരുന്നു അവർ. ഇത്തസഫത്ത് ബിക്കുല്ലി സിഫാത്തിൽ ഹുക്കാമി. ഭരണാധികാരികളുടെ എല്ലാ ഗുണങ്ങളും അവളിൽ സമ്മേളിച്ചിരുന്നു. ഇഹ്തമ്മത്ത് ബി തഅല്ലുമി. പഠനത്തിന് അവർ പ്രാമുഖ്യം നൽകി. വഹക്കമത്ത് ബിൽ അദാലത്തി. നീതിയോടെ ഭരിച്ചു. വഅഹബ്ബത്ത് റഅയ്യതഹ. തൻ്റെ പ്രജകളെ അവർ ഇഷ്ടപ്പെട്ടു. വതദറബത്തിൽ ഫുറൂസിയത്ത. കുതിരസവാരി അഭ്യസിച്ചു. വതഅല്ലമത്തിൽ മഹാറാത്തിൽ അസ്കരിയ. സൈനിക കഴിവുകൾ ഒക്കെ പഠിച്ചെടുത്തു. അങ്ങനെ റളിയ സുൽത്താനയെക്കുറിച്ച് പറയാൻ ഒരുപാടുണ്ട്. അവരെക്കുറിച്ച് നിങ്ങൾ കൂടുതൽ സെർച്ച് ചെയ്ത് പഠിക്കുക. ഇനി രണ്ടാമത്തെ വ്യക്തി ആരാണ്? റാണി ലക്ഷ്മിബായ്. ആധുനിക ഇന്ത്യയിലെ പ്രശസ്തയായ ഒരു രാജ്ഞിയാണ് റാണി ലക്ഷ്മിബായ്. ഝാൻസി റാണി എന്നറിയപ്പെട്ടിരുന്ന റാണി ലക്ഷ്മിബായ്. ഇവർ ബ്രിട്ടീഷ് ഭരണകാലത്ത് ബ്രിട്ടീഷുകാരോട് പോരാടിയ ഒരു രാജ്ഞിയാണ്. കാനത്ത് റാണി ലക്ഷ്മിബായ് മലിക്കത്ത് ഝാൻസി. ഝാൻസിയിലെ രാജ്ഞിയായിരുന്നു റാണി ലക്ഷ്മിബായ്. മലിക്കത്ത എന്ന് വായിക്കുക. ഝാൻസി എന്ന സ്ഥലത്തെ രാജ്ഞിയാണിവർ. വുലിദത്ത് ഫി വാരണാസി സനത്ത് 1828 മീലാദിയ. 1828 വാരണാസിയിൽ ജനിച്ചു. ഫുഖിദത്ത് വാലിദത്തുഹ ഫി റാബിയത്തി മിനൽ ഉംരി. 4ാം വയസ്സിൽ അവർക്ക് അവരുടെ പിതാവിനെ നഷ്ടപ്പെട്ടു. അവരുടെ 4ാം വയസ്സിൽ പിതാവ് മരണപ്പെട്ടുപോയി. തദറബത്തിൽ ഫുറൂസിയത്ത. കുതിരസവാരി അഭ്യസിച്ചു. വരിമായത്ത. അമ്പെയ്ത്ത് പഠിച്ചു. വഫുനൂന ദിഫാഇ അനിൻ നഫ്സി. സ്വയം പ്രതിരോധ അടവുകളൊക്കെ പഠിച്ചു. ഫി ഹദാസത്തി സിന്നിഹ. ചെറുപ്രായത്തിൽ തന്നെ യുദ്ധമുറകളൊക്കെ അഭ്യസിച്ചിട്ടുണ്ട് അവർ. ലമ്മ ഹാസറൽ ജയ്ഷുൽ ബരീത്വാനിയു ഖസറൽ മലിക്കത്തി വ അഹ്റഖഹു. ബ്രിട്ടീഷ് പട്ടാളം രാജ്ഞിയുടെ കൊട്ടാരത്തെ വളയുകയും അത് കത്തിക്കുകയും ചെയ്തപ്പോൾ, ലമ്മ ഹാസറ ഉപരോധിച്ചപ്പോൾ, വളഞ്ഞപ്പോൾ, അൽ ജയ്ഷുൽ ബരീത്വാനിയു ബ്രിട്ടീഷ് സൈന്യം, ഖസറൽ മലിക്കത്തി റാണി ലക്ഷ്മിബായിയുടെ കൊട്ടാരം വളഞ്ഞപ്പോൾ, വ അഹ്റഖഹു അത് കത്തിക്കുകയും ചെയ്തപ്പോൾ, കൊട്ടാരം വളഞ്ഞു കത്തിച്ചു കളഞ്ഞു അല്ലേ. എന്നാലും റബത്തത്ത് ഇബ്നഹ അവർ തൻ്റെ മകനെ കെട്ടി. റബത്ത മീൻസ് കെട്ടി. അലല്ലഹിരി പുറത്ത് കെട്ടി. തൻ്റെ പുറത്ത് മകനെ കെട്ടിവച്ചു. വറക്കിബസ് അല ഫറസിഹ എന്നിട്ട് തൻ്റെ കുതിരയിൽ കയറി. വനജത്ത് മിൻ ഖബലത്തിഹിം എന്നിട്ട് അവരുടെ പിടിയിൽ നിന്നും രക്ഷപ്പെട്ടു. വലം തക്തഫി ബിദാലിക്ക അതുകൊണ്ട് അവർ മതിയാക്കിയില്ല. രക്ഷപ്പെട്ടു പോയി എവിടെയെങ്കിലും പോയി ഒളിച്ച് ഇരുന്നില്ല. ബൽ ഖാതലത്തുഹും അവരോട് യുദ്ധം ചെയ്തു. മഅ ശജാഅത്തിൻ നാദിറത്തി അനിതര സാധാരണമായ ധീരതയോടെ, അപൂർവമായ ധീരതയോടെ അവർ ബ്രിട്ടീഷുകാരോട് യുദ്ധം ചെയ്തു. ഹാമിലത്തൻ സൈഫൈനി ഫീ കിൽതൈ യദൈഹ തൻ്റെ 2 കൈകളിലും വാളുകൾ വഹിച്ചുകൊണ്ട് അവർ ബ്രിട്ടീഷുകാർക്കെതിരെ യുദ്ധം ചെയ്തു.
തുവഫിയത്തിൽ മലിക്കത്ത് ഫി സലാസീന മിൻ ഉംരിഹ, 30-ാമത്തെ വയസ്സിൽ അവർ മരണപ്പെട്ടു. ലഹത്ത് ബി ഹയാത്തിഹ മിൻ അജ്ലി ഹുരിയത്തിൽ ഹിന്ദ്, ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അവർ തൻ്റെ ജീവിതം ബലികഴിച്ചു. വ അസ്ബഹത്ത് അയക്കൂനത്തൻ ലിൻ നിലാലി ളിദ്ദ ഇഖ്തിലാലിൽ ബരിത്വാനിയീൻ, ബ്രിട്ടീഷ് അധിനിവേശത്തിനെതിരെയുള്ള നിലാൽ പോരാട്ടത്തിൻ്റെ ഒരു ഐക്കണായി മാറി അവർ. ഈ 2 ധീരരായ രാജ്ഞിമാരെക്കുറിച്ച് ഇവിടെ കൊടുത്തിരിക്കുന്നു. ഇനിയും ഒരുപാട് ധീര വനിതകൾ ഇന്ത്യൻ ചരിത്രത്തിലുണ്ട്, അവരെയൊക്കെ നിങ്ങൾ പഠിക്കുക. ഇനി നഖ്റഉ വ നുനാഖിഷു, നമുക്ക് വായിക്കാം, ചർച്ച ചെയ്യാം. സുജ്ജില ഇസ്മുഹാ ഫി കുതുബി താരീഖി, അവളുടെ പേര് ചരിത്ര ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തപ്പെട്ടു. ഇവിടെ 2 വാക്കുകളെ തമ്മിൽ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. കുത്തുബി അത്താരീഖ്, ഈ 2 വാക്കുകളെയാണ് കൂട്ടിച്ചേർത്തത്. അറബിയിൽ പറഞ്ഞാൽ ഇലാഫത്ത് ചെയ്തു, മലയാളത്തിൽ കൂട്ടിച്ചേർത്തു എന്നതിന് അറബിയിൽ ഇലാഫത്ത് ചെയ്തു എന്ന് പറയും. എന്തിനാണ് 2 വാക്കുകളെ ഇലാഫത്ത് ചെയ്യുന്നത്? ൻ്റെ എന്ന അർത്ഥം കിട്ടാൻ വേണ്ടിയാണ് ഇലാഫത്ത് ചെയ്യുന്നത്. ഇവിടെ കുത്തുബി താരീഖി, ചരിത്രത്തിൻ്റെ ഗ്രന്ഥങ്ങൾ അല്ലെങ്കിൽ ചരിത്രത്തിലെ ഗ്രന്ഥങ്ങൾ, അങ്ങനെ ൻ്റെ എന്നോ ലെ എന്നോ അർത്ഥം കിട്ടാൻ വേണ്ടിയാണ് ഇലാഫത്ത് ചെയ്യുന്നത്. ഇലാഫത്ത് ചെയ്യുമ്പോൾ ആദ്യത്തെ വാക്ക് മുലാഫും 2-ാമത്തെ വാക്ക് മുലാഫുൻ ഇലൈഹിയുമാകും. ഇവിടെ കുത്തുബി മുലാഫാണ്, താരീഖ് മുലാഫുൻ ഇലൈഹിയാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, മുലാഫിൻ്റെ കൂടെ അലിഫ്ലാമോ തൻവീനോ ചേരുകയില്ല. അതായത് അറബി ഭാഷയിൽ ഒരു സെൻറ്റൻസ് എഴുതുമ്പോൾ അതിലുള്ള എല്ലാ ഇസ്മുകൾക്കും ഒന്നുകിൽ അലിഫ്ലാമ് വേണം, അല്ലെങ്കിൽ തൻവീൻ വേണം. ഇത് രണ്ടുമില്ലാതെ അപൂർവം ചില സന്ദർഭങ്ങളിൽ മാത്രമേ വരികയുള്ളൂ. അതിൽപ്പെട്ട ഒരു സന്ദർഭമാണ് ഇസ്മ് മുലാഫായി വരിക എന്നത്. ഇസ്മു മുലാഫായി വന്നാൽ ആ ഇസ്മിന് അലിഫ്ലാമോ തൻവീനോ ചേർക്കാൻ പാടില്ല. ഓക്കെ. ഇനി മുലാഫിൻ ഇലൈഹിയുടെ പ്രത്യേകത എന്താണ്? മുലാഫിൻ ഇലൈഹിയുടെ ഇറാബ് ജറാണ്, അതാണ് അതിൻ്റെ പ്രത്യേകത. ഒരു വാക്കിൻ്റെ ഇറാബ് ജറാണെങ്കിൽ എന്ത് ചെയ്യണം? അവസാനത്തെ അക്ഷരത്തിന് കസ്ർ നൽകണം. ഇവിടെ അത്താരീഖിൻ്റെ അവസാനത്തെ അക്ഷരമായ ഖാഇന് കസ്ർ നൽകിയിരിക്കുന്നത് കാണാം. ഇനിയുള്ള സെൻറ്റൻസുകളിലെ നീല നിറത്തിലുള്ള വാക്കുകളൊക്കെ മുലാഫാണ്, ചുവന്ന നിറത്തിലുള്ള വാക്കുകളൊക്കെ മുലാഫിൻ ഇലൈഹിയാണ്. മുലാഫിൻ ഇലൈഹിയുടെ ഇറാബ് ജറാണെന്ന് പറഞ്ഞു. എന്നാൽ മുലാഫിൻ്റെ ഇറാബ് എന്താണ്? മുലാഫിന് പ്രത്യേകിച്ചൊരു ഇറാബില്ല. ഏത് മുലാഫ് എടുത്താലും അത് എപ്പോഴാണ് മുലാഫാകുന്നത്? അതിൻ്റെ ശേഷം ഒരു മുലാഫിൻ ഇലൈഹി വെച്ചാൽ മാത്രമേ ആ വാക്ക് മുലാഫാകുന്നുള്ളൂ. മുലാഫിൻ ഇലൈഹി ശേഷം വന്നില്ല എങ്കിൽ ആ വാക്ക് മുലാഫല്ല. ഇവിടെ അത്താരീഖ് എന്ന മുലാഫ് ഇലൈഹി ഒഴിവാക്കിയിട്ട് ഒന്ന് വായിച്ചു നോക്കാം. സുജ്ജിൽ ഇസ്മുഹ ഫിൽ കുത്തുബി എന്നാണ് പറയുക. ഓക്കെ. പുസ്തകങ്ങളിൽ അവരുടെ പേര് രേഖപ്പെടുത്തപ്പെട്ടു. അപ്പോൾ അൽ കുത്തുബി എന്നത് മുലാഫല്ല. അതെന്താണ്? ഫി എന്ന ജറിൻ്റെ ഹർഫിൻ്റെ ശേഷം വന്ന ഒരു വാക്ക് മാത്രമാണ്. എന്നാൽ അൽ കുത്തുബി എന്ന വാക്കിന് ശേഷം അത്താരീഖ് എന്ന മുലാഫിൻ ഇലൈഹി വെച്ചപ്പോൾ കുത്തുബ് മുലാഫും കൂടിയായി. അതുകൊണ്ട് അതിൻ്റെ അലിഫ്ലാമ് കളഞ്ഞു. ഇപ്പോൾ കുത്തുബി എന്ന വാക്ക് ഫി എന്ന ഹർഫ് ജറിൻ്റെ ശേഷം വന്ന വാക്കാണ്, അതോടൊപ്പം മുലാഫും കൂടെയാണ്. ഇതിന് ജറാണ് ഇറാബ് കുത്തുബിന്. കാരണം എന്താണ്? അതിൻ്റെ മുമ്പിൽ ഫി വന്നിരിക്കുന്നു. അതുകൊണ്ടാണ് ഇതിൻ്റെ ഇറാബ് ജറായത്. അല്ലാതെ മുലാഫിന് പ്രത്യേകിച്ചൊരു ഇറാബില്ല. അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം, മുലാഫിൻ ഇലൈഹി എവിടെയും വരും. ഏത് ഇസ്മിൻ്റെ ശേഷവും ഒരു മുലാഫിൻ ഇലൈഹി വെച്ചു കൊടുക്കാം. ഫായിലിൻ്റെ ശേഷം മുലാഫിൻ ഇലൈഹി വെക്കാം. അപ്പോൾ ആ ഫായില് മുലാഫും കൂടെയാകും. മുബത്തദയിൻ്റെ ശേഷം വെക്കാം, ഖബറിൻ്റെ ശേഷം വെക്കാം. അങ്ങനെ ഏത് ഇസ്മിൻ്റെ കൂടെയും മുലാഫിൻ ഇലൈഹി വെക്കാവുന്നതാണ്. അങ്ങനെ മുലാഫിൻ ഇലൈഹി വെച്ചാൽ ആ ഇസ്മുകളൊക്കെ മുലാഫും കൂടെയാകും. എന്നാൽ അതിന് ഓൾറെഡി ഉണ്ടായിരുന്ന ഇറാബിൽ മാറ്റം വരില്ല. ഇക്തമലത് ബിക്കുല്ലി സിഫാത്തിൽ ഹുക്കാമി, ഭരണാധികാരികളുടെ എല്ലാ സിഫത്തുകളും
ഒരുമിച്ച് ചേർന്നു പൂർണ്ണമായി അവരിൽ. ഇവിടെ സിഫാത്ത് എന്നത് മുലാഫാണ്, ഹുക്കാമി മുലാഫിൻ ഇലൈഹിയാണ്. ഹുക്കാമി മുലാഫിൻ ഇലൈഹി ആയതുകൊണ്ട് ഇറാബ് ജറാണ്. ജറായതുകൊണ്ട് അവസാനത്തെ അക്ഷരത്തിന് കസ്ർ നൽകിയിരിക്കുന്നു. ഇവിടെ നാളലത് മിൻ അജ്ലി ഹുരിയത്തിൽ ഹിന്ദി, ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അവർ പോരാടി. ഇവിടെ അൽ ഹിന്ദി എന്നതാണ് മുലാഫിൻ ഇലൈഹി, അതുകൊണ്ടാണ് ഇതിൻ്റെ അവസാനത്തെ അക്ഷരത്തിന് കസ്ർ നൽകിയിരിക്കുന്നത്. ഈ ഹിന്ദി എന്നതിൻ്റെ മുലാഫ് ഏതാണ്? ഹുരിയത്തി. ഹുരിയത്തി എന്ന വാക്കിൻ്റെയും ഇറാബ് ജറാണ്. അതെങ്ങനെ മനസ്സിലായി? അവസാനത്തെ അക്ഷരത്തിന് കസ്ർ നൽകിയിരിക്കുന്നത് കാണാം അല്ലേ? അവസാനത്തെ അക്ഷരത്തിന് കസ്ർ കണ്ടാൽ മനസ്സിലാക്കണം ആ വാക്കിൻ്റെ ഇറാബ് ജറാണ് എന്ന്. ഇവിടെ ഹുരിയത്തി എന്ന വാക്കിന് എന്തുകൊണ്ടാണ് ജറ് കിട്ടിയത്? കാരണം ഇതും ഒരു മുലാഫിൻ ഇലൈഹിയാണ്. ഏത് വാക്കിൻ്റെ മുലാഫിൻ ഇലൈഹിയാണ് ഹുരിയത്തി? അജ്ലി എന്ന വാക്കിൻ്റെ മുലാഫിൻ ഇലൈഹിയാണ് ഹുരിയത്തി. ആ മുലാഫിൻ ഇലൈഹിയുടെ മുലാഫിൻ ഇലൈഹിയാണ് ഹിന്ദി. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു മുലാഫിൻ ഇലൈഹി ഏത് ഇസ്മിൻ്റെ ശേഷവും വരുമെന്ന്. മറ്റൊരു മുലാഫിൻ ഇലൈഹിയുടെ ശേഷവും മുലാഫിൻ ഇലൈഹി വരും. അപ്പോൾ ഈ ഹുരിയത്തി എന്ന വാക്ക് അജ്ലി എന്ന വാക്കിൻ്റെ മുലാഫിൻ ഇലൈഹിയാണ്. അതോടൊപ്പം അൽ ഹിന്ദി എന്ന വാക്കിൻ്റെ മുലാഫാണ്. മനസ്സിലായല്ലോ? ശരി. ഹാദാ ഖസ്റുൽ മലിക്കത്തി, ഇത് രാജ്ഞിയുടെ കൊട്ടാരമാണ്. ഇവിടെ മലിക്കത്താണ് മുലാഫിൻ ഇലൈഹി, ഖസ്ർ മുലാഫ്. ഇവിടെ ഖസ്റിൻ്റെ ഇറാബ് റഫ് ആണ്, കാരണം ലമ്മ് കാണുന്നുണ്ട് അല്ലേ? എന്തുകൊണ്ടാണ് റഫ് ആയത്? കാരണം ഇത് ഖബറാണ്. ഹാദ എന്നത് മുബ്തദാണ്, ഖസ്ർ എന്നത് ഖബറാണ്. ഖബറിൻ്റെ ഇറാബ് റഫ് ആണ്. ആ ഖബറിൻ്റെ ശേഷമാണ് മുലാഫിൻ ഇലൈഹി വന്നത്. അതുകൊണ്ട് ഈ ഖബർ മുലാഫും കൂടെയായി. ഇപ്പോൾ ഈ വാക്ക് ഖബറാണ്, അതോടൊപ്പം മുലാഫും കൂടെയാണ്. ഈ ഹുരിയത്ത് എന്ന വാക്ക് മുലാഫാണ്, അതോടൊപ്പം മുലാഫിൻ ഇലൈഹി കൂടെയാണ്. ഓക്കെ, ഇനി മറ്റു ചില മുലാഫുകളും മുലാഫിൻ ഇലൈഹിയും ഇവിടെ കൊടുത്തിരിക്കുന്നു. കുത്തുബു താരിഖി, ചരിത്രത്തിലെ പുസ്തകങ്ങൾ. സിഫാത്തുൽ ഹുക്കാമി, ഭരണാധികാരികളുടെ ഗുണങ്ങൾ. താരീഖുൽ ഉലൂമി, വിജ്ഞാനങ്ങളുടെ ശാസ്ത്രങ്ങളുടെ ചരിത്രം. റുവാദുൽ ഫലായി, ബഹിരാകാശ യാത്രികർ. ഇതൊക്കെ മുലാഫാണ്, ഇതൊക്കെ മുലാഫിൻ ഇലൈഹിയാണ്. നുക്ബിലു കമാഫിൽ മിസാൽ, ഉദാഹരണത്തിലുള്ളതുപോലെ പൂരിപ്പിക്കാം. അൽ ഉസ്താദു പ്ലസ് അൽ ജാമിഅത്തു, പ്രൊഫസർ, യൂണിവേഴ്സിറ്റി. അത് രണ്ടിനെയും നമ്മൾ എന്ത് ചെയ്യണം? പ്ലസ് ചെയ്യണം, കൂട്ടിച്ചേർക്കണം, അതായത് ഇലാഫത്ത് ചെയ്യണം. അപ്പോൾ ഇങ്ങനെയാകും ഉസ്താദുൽ ജാമിഅത്തി, യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ. ഇവിടെ അൽ ഉസ്താദു എന്ന അലിഫ്ലാം ചേർത്ത് ആണ് എഴുതിയത്. എന്നാൽ ഇലാഫത്ത് ചെയ്തപ്പോൾ ഇത് മുലാഫായി. മുലാഫിന് അലിഫ്ലാം ഉണ്ടാവുകയില്ല എന്ന് നമ്മൾ പറഞ്ഞു. അതുകൊണ്ട് ആ അലിഫ്ലാമിനെ കളഞ്ഞു, ഉസ്താദു എന്ന് മാത്രം എഴുതി. ഉസ്താദുൽ ജാമിഅത്തി. ജാമിയത്ത് മുലാഫിൻ ഇലൈഹിയായി. മുലാഫിൻ ഇലൈഹിയുടെ ഇറാബ് ജറാണ്. ജറായതുകൊണ്ട് അവസാനത്തെ അക്ഷരത്തിന് കസ്ർ. അങ്ങനെ ഉസ്താദുൽ ജാമിയത്തി. അതേപോലെ അടുത്തത് മൈദാനുൻ, അൽ മൈദാനു പ്ലസ് അൽ മദ്രസത്തു. ഇതോ പറഞ്ഞു നോക്കൂ, മൈദാനുൽ മദ്രസത്തി. മുലാഫിൻ്റെ അലിഫ്ലാം കളഞ്ഞു, മുലാഫിൻ ഇലൈഹിയുടെ അവസാനത്തെ അക്ഷരത്തിന് കസ്ർ നൽകി. മുദീറുൻ പ്ലസ് ശരിക്കത്തുൻ. മുദീറുൻ ഡയറക്ടർ, ശരിക്കത്തുൻ കമ്പനി. മുദീറു ശരിക്കത്തിൻ, ഒരു കമ്പനിയുടെ ഡയറക്ടർ. അമീനുൻ മക്തബത്തുൻ, അതുകൂടി ചേർത്താൽ അമീനു മക്തബത്തിൻ, ലൈബ്രറിയൻ. ഓക്കെ, ഇവിടെ മക്തബത്ത് മുലാഫിൻ ഇലൈഹി, മക്തബത്ത് മുലാഫിൻ ഇലൈഹി, അമീനു മുലാഫ്, ശരിക്കത്ത് മുലാഫ് ഇലൈഹി, മുദീർ മുലാഫ്. നക്രവുനു നഖ്ഷു, വീണ്ടും വായിക്കാൻ ചർച്ച ചെയ്യാം. ഇവിടെ മറ്റൊരു കാര്യമാണ് പറയുന്നത്. ഇർത്തദത്ത് ശാന്ത അൽ ബിദലത്തൽ ഫലാഇയത്ത, ശാന്ത സ്പേസ് സ്യൂട്ട് ധരിച്ചു. അൽ ബിദലത്ത സ്യൂട്ട് ഡ്രസ്സ്, അൽ ഫലാഇയ ബഹിരാകാശത്തേക്ക് വേണ്ടിയുള്ള. അൽ ബിദലത്തൽ ഫലാഇയ ബഹിരാകാശ വസ്ത്രം, സ്പേസ് സ്യൂട്ട്. ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്? ഇവിടെ എൻ്റെ എന്നർത്ഥമുണ്ടോ? ഇല്ല. ഇവിടെ
ഒരു ഇസ്മിൻ്റെ ശേഷം നേരത്തെ മുലാഫിൻ ഇലൈഹി ചേർത്തതുപോലെ ഇവിടെ അൽ ബിദലത്ത എന്ന ഇസ്മിൻ്റെ ശേഷം ഒരു നഅത്ത് ചേർത്തു. ഇവിടെയൊക്കെ മുലാഫിൻ ഇലൈഹികളാണ് ചേർത്തത് എങ്കിൽ ഇവിടെ നഅത്തുകളാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഈ ചുവന്ന നിറത്തിലുള്ള വാക്കുകളൊക്കെ നഅത്തുകളാണ്. ഈ നീല നിറത്തിലുള്ള വാക്കുകളൊക്കെ മൻഊത്തുകളാണ്. മുലാഫിൻ ഇലൈഹിയെ കൊണ്ട് പറഞ്ഞതുപോലെ ഏത് ഇസ്മിൻ്റെ ശേഷവും നഅത്ത് ചേർക്കാൻ പറ്റും. ഇവിടെ ഇർത്തദത്ത് ശാന്ത അൽ ബിദലത്ത എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ശാന്ത ബിദലത്ത് ധരിച്ചു. അപ്പോൾ തന്നെ പൂർണ്ണമായ അർത്ഥം കിട്ടുന്നൊരു സെൻറ്റൻസ് ആണത്. എന്നാൽ ആ ബിദലത്തിന് ശേഷം ഒരു അൽ ഫലാഇയത്ത എന്ന നഅത്ത് വെച്ച് കൊടുക്കുകയാണ് ചെയ്തത്. അങ്ങനെ ഒരു ഇസ്മിൻ്റെ കൂടെ നഅത്ത് വെച്ചാൽ ആ ഇസ്മ് മൻഊത്തും കൂടെയാകും. ഓൾറെഡി ഈ ഇസ്മ് വേറെ എന്തെങ്കിലും ആയിരിക്കും. അതിൻ്റെ ശേഷം ഒരു നഅത്ത് വെക്കുകയാണെങ്കിൽ ആ ഇസ്മ് മൻഊത്തും കൂടെയാകും. ഇവിടെ ഈ നഅത്ത് ഒഴിവാക്കിയിട്ട് നമുക്ക് വായിച്ചു നോക്കാം. ഇർത്തദത്ത് ശാന്ത അൽ ബിദലത്ത. ശാന്ത ബിദലത്ത് ധരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അൽ ബിദലത്ത എന്നത് മഫ്ഊലും ബിഹിയാണ്. ഇവിടെ ഇർത്തദത്ത് ശാന്ത, ശാന്ത ധരിച്ചു. എന്ത് ധരിച്ചു? അൽ ബിദലത്ത, ബിദലത്തിനെ ധരിച്ചു, സ്യൂട്ട് ധരിച്ചു. ഇവിടെ അൽ ബിദലത്ത് എന്നത് മഫ്ഊലും ബിഹിയാണ്. മഫ്ഊലും ബിഹിയുടെ ഇറാബ് എന്താ? നസ്ബ്. ഇറാബ് നസ്ബാണെങ്കിൽ എന്ത് ചെയ്യണം? അവസാനത്തെ അക്ഷരത്തിന് ഫതഹ് നൽകണം. അതുകൊണ്ടാണ് ഇവിടെ അവസാനത്തെ അക്ഷരത്തിന് ഫതഹ് നൽകിയത്. അപ്പോൾ മഫ്ഊലും ബിഹിയുടെ ശേഷമാണ് നഅത്ത് വെച്ചിരിക്കുന്നത്. അങ്ങനെ ഏത് ഇസ്മിൻ്റെ ശേഷവും നഅത്ത് വെക്കാം. നഅത്ത് വെച്ചാൽ ആ ഇസ്മ് മൻഊത്തും കൂടെയാകും. ഇപ്പോൾ അൽ ബിദലത്ത് എന്ന വാക്ക് മഫ്ഊലും ബിഹിയാണ്, അതോടൊപ്പം മൻഊത്തും കൂടെയാണ്. നഅത്ത് ശേഷം വന്നതുകൊണ്ട് ഇറാബിന് മാറ്റം വരുമോ? ഇല്ല. മഫ്ഊലും ബിഹി ആയതുകൊണ്ട് അതിൻ്റെ ഇറാബിന് മാറ്റം വരില്ല. ആ ഇറാബ് അതേപോലെ തന്നെ അവിടെ ഉണ്ടാകും. അപ്പോൾ മുലാഫിനെ കൊണ്ട് പറഞ്ഞതുപോലെ തന്നെ മൻഊത്തിനും പ്രത്യേകിച്ചൊരു ഇറാബില്ല. മുലാഫ് എപ്പോഴും മറ്റെന്തെങ്കിലും ആയിരിക്കും എന്ന് പറഞ്ഞതുപോലെ മൻഊത്തും എപ്പോഴും മറ്റെന്തെങ്കിലും ആയിരിക്കും. ഇവിടെ മൻഊത്ത് മഫ്ഊലും ബിഹിയാണ്. അതുകൊണ്ട് മഫ്ഊലും ബിഹിയുടെ ഇറാബാണ് ഇവിടെ കാണുന്നത്. ഓക്കെ. ഇനി അൽ മുദർരിസുൻ നശീത്തു മഹബൂബുൻ. ഉത്സാഹിയായ അധ്യാപകൻ പ്രിയപ്പെട്ടവനാണ്. ആക്റ്റീവ്. നശീത്ത് മീൻസ് ആക്റ്റീവ്, ഊർജ്ജസ്വലനായ, ഉന്മേഷമുള്ള. ഇവിടെ അൽ മുദരിസു എന്നത് മൻഊത്താണ്. അൻ നശീത്തു എന്നത് നഅത്താണ്. നശീത്തു എന്ന നഅത്ത് ഒഴിവാക്കിയിട്ട് വായിച്ചു നോക്കാം. അൽ മുദരിസു മഹബൂബുൻ. അധ്യാപകൻ പ്രിയപ്പെട്ടവനാണ് എന്നുള്ളതിൽ അൽ മുദരിസു എന്ന വാക്കിൻ്റെ കൂടെ ഒരു നഅത്ത് വെച്ച് കൊടുത്തു. അപ്പോൾ അൽ മുദരിസു നശീത്തു, നശീത്വായ അധ്യാപകൻ മഹബൂബുൻ, പ്രിയപ്പെട്ടവനാണ് എന്ന അർത്ഥം കിട്ടി. നശീത്തു എന്ന നഅത്ത് വന്നപ്പോഴാണ് മുദരിസ് മനോത്തായത്. അതുവരെ മുദരിസ് എന്ത് മാത്രമായിരുന്നു? മുബ്തദ മാത്രമായിരുന്നു. ഒരു സെൻറ്റൻസിലെ ആദ്യത്തെ വാക്ക് ഇസ്മാണെങ്കിൽ ആ ഇസ്മിന് മുബ്തദ എന്നാണ് പറയുക. ഇവിടെ ആദ്യത്തെ വാക്ക് അൽ മുദരിസു എന്ന ഇസ്മാണ്. അതുകൊണ്ട് ഇത് മുബ്തദ ആണ്. മുബ്തദയുടെ ഇറാബ് റഫ് ആണ്. അതുകൊണ്ടാണ് ഇതിൻ്റെ അവസാനത്തെ അക്ഷരത്തിന് ലമ്മ നൽകിയിരിക്കുന്നത്. അൽ മുദരിസുൻ നശീത്തു, ഉത്സാഹിയായ അധ്യാപകൻ. ഇനി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. മൻഊത്തിന് പ്രത്യേകിച്ച് ഇറാബില്ല എന്ന് പറഞ്ഞു. എന്നാൽ നഅത്തിന് ഇറാബുണ്ട്. നഅത്തിൻ്റെ ഇറാബ് എന്താണ്? മൻഊത്തിന് എന്താണോ ഇറാബ് അതേ ഇറാബാണ് നഅത്തിനും ഉണ്ടാവുക. ഇറാബിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, എല്ലാ കാര്യത്തിലും നഅത്ത് മൻഊത്തിനെ പോലെയായിരിക്കും. ഇവിടെ മൻഊത്ത് മുഅന്നസാണ്. അതുകൊണ്ട് തന്നെ നഅത്തിനെയും മുഅന്നസാക്കി. അവസാനം താ കാണുന്നുണ്ടല്ലോ. അപ്പോൾ നഅത്തിനെ മുഅന്നസാക്കാൻ വേണ്ടി അവസാനം ഒരു താ വെച്ച് കൊടുത്താൽ മതി. പിന്നെയോ മൻഊത്തിന് അലിഫ്ലാം ഉണ്ടെങ്കിൽ നഅത്തിനും അലിഫ്ലാം ചേർക്കണം. മൻഊത്തിന് അലിഫ്ലാമില്ല, തൻവീനാണ് ഉള്ളത് എങ്കിൽ ഇവിടെ നോക്കൂ, സുആലുൻ, ജയ്യിദുൻ, നഅത്തിനും തൻവീനായിരിക്കണം. മൻഊത്ത് മുഫ്രദാണെങ്കിൽ നഅത്തിനെയും മുഫ്രദാക്കണം. മൻഊത്ത് ജമാണെങ്കിൽ നഅത്തിനെയും ജമാക്കണം.
മന്നൂത്ത് മുസന്നയാണെങ്കിൽ നഅത്തിനെയും മുസന്നയാക്കണം. ഇങ്ങനെ എല്ലാ കാര്യത്തിലും മൻഊത്തിനെ പോലെ തന്നെയാകണം നഅത്തും. ഇനി അടുത്ത് നോക്കാം. കതബ്തു ബിൽ കലമിൽ ജദീദി, ഞാൻ പുതിയ പേന കൊണ്ട് എഴുതി. ഇവിടെ ബിൽ കലമി, കലമി എന്നത് മൻഊത്താണ്, അൽ ജദീദി എന്നത് നഅത്താണ്. ബിൽ കലമി, ബി എന്ന വാക്ക് വന്നതുകൊണ്ട് കലമിന് ഇറാബ് ജറായി. കലമാണ് മൻഊത്ത്, മൻഊത്തിൻ്റെ ഇറാബ് ജറായതുകൊണ്ട് ശേഷം വന്ന നഅത്തിൻ്റെ ഇറാബ് ജറായി. അതുകൊണ്ട് അൽ ജദീദി എന്ന് പറഞ്ഞു. കലമും മുദക്കറാണ്, അതുകൊണ്ട് നഅത്തും മുദക്കർ. ഇവിടെ മുഅന്നസായ പദമാണെങ്കിൽ അൽ ജദീദത്തി എന്നാണ് പറയേണ്ടത്. കലമിൻ്റെ കൂടെ അലിഫ്ലാമുണ്ട്, നഅത്തിൻ്റെ കൂടെയും അലിഫ്ലാമുണ്ട്. ഓക്കെ. അതേപോലെ ഹാദാ സുആലുൻ ജയ്യിദുൻ, ഇത് നല്ലൊരു ചോദ്യമാണ്. സുആലുൻ മൻഊത്താണ്, ജയ്യിദുൻ നഅത്താണ്. ഫാത്തിമത്തു തബീബത്തുൻ മാഹിറത്തുൻ, ഫാത്തിമയൊരു നൈപുണ്യമുള്ള ഡോക്ടറാണ്. തബീബത്തുൻ മൻഊത്താണ്, മാഹിറത്തുൻ നഅത്താണ്. സുആലുൻ തബീബത്തുൻ, ഈ രണ്ട് മൻഊത്തുകളും ഖബറുകളാണ്. ഖബറിൻ്റെ ഇറാബ് റഫ് ആണ്. ഈ രണ്ട് നഅത്തുകളും ഖബറിന് ശേഷം വന്ന നഅത്തുകളായതുകൊണ്ടാണ് ഇതിനും ഇറാബ് റഫ് കിട്ടിയത്. സുർതു മദീനത്തൻ ഖദീമത്തൻ, ഞാനൊരു പഴയ പട്ടണം സന്ദർശിച്ചു. ഫി തമിഴ്നാട്, തമിഴ്നാട്ടിലെ. ഓക്കെ. മദീന മൻഊത്ത്, ഖദീമ നഅത്ത്. അൽ മൻഊത്ത് ഇവിടെയുണ്ട്, നഅത്ത് ഇവിടെയുണ്ട്. ഈ വായിച്ച മൻഊത്തുകളൊക്കെയാണ് എഴുതിയിരിക്കുന്നത്, നഅത്തുകളും.